പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എക്സിൽ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു ഈ വെടിനിർത്തൽ പ്രൊപ്പോസലിനെ സംബന്ധിച്ച്. പാകിസ്ഥാനാണ് അതിൻ്റെ മധ്യസ്ഥത വഹിച്ചത്. ഇരു കൂട്ടരായിട്ട് സംസാരിച്ചു, രണ്ടു കൂട്ടർ സമ്മതിച്ചു വെടിനിർത്തൽ. പക്ഷേ അതിൽ രസം എന്ന് വെച്ചാൽ ട്വീറ്റിൻ്റെ ഏറ്റവും മുകളിൽ ടു ബി പോസ്റ്റഡ് ഓൺ എക്സ് ബൈ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ എന്ന വാക്ക് കൂടി ഉണ്ടായിരുന്നു. ആൾ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചു. പെട്ടെന്ന് തന്നെ അവർ എഡിറ്റ് ചെയ്തു, ആൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. അപ്പോൾ ഇത് ആരാണിത് ഫോർവേഡ് ചെയ്തത്? മനസ്സിലാവുള്ളൂ. ഇത് നമ്മൾ കണ്ടിട്ടുള്ള എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ് ഭരണകൂടം പ്രതിസന്ധിയിലാവുമ്പോൾ ഇവിടെ സെലിബ്രിറ്റികൾ ഒരേ വാചകമുള്ള ട്വീറ്റുകൾ ട്വീറ്റ് ചെയ്യും. എല്ലാവരും, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, PT ഉഷ, അങ്ങനെ എല്ലാവരും ഇങ്ങനെ ട്വീറ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരേ വാചകമുള്ള ട്വീറ്റ് അത് വേറെ ആരോ തയ്യാറാക്കി കൊടുക്കുന്നതാണ് ട്വീറ്റ് ചെയ്യാൻ വേണ്ടി. ഇതിവിടെ സംഭവിച്ചിരുന്നത് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർക്ക് മറ്റാരോ തയ്യാറാക്കി കൊടുക്കുകയാണ്. എന്ത്? ഈ വെടിനിർത്തൽ കാരണം. അതാരായിരിക്കും? അത് ഊഹിക്കാൻ പറ്റുമെങ്കിൽ ഈ വെടിനിർത്തൽ എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഊഹിച്ചാൽ മതി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു താൽക്കാലിക വെടിനിർത്തലാണ്. 2 ആഴ്ചയാണ് സമയമുള്ളത്. ആ താൽക്കാലിക വെടിനിർത്തലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹോർമുസ് കടലെടുക്ക് തുറക്കും എന്നുള്ളതാണ്. അതിൽ ഇതാവാൻ അനുവദിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വെടിനിർത്തലിന് ഉപാധിയായി ഇറാൻ വച്ചിട്ടുള്ള 10 നിർദ്ദേശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മതിച്ചു. അദ്ദേഹം തന്നെ പറയുന്നു ചർച്ച ചെയ്യാൻ ആ ഉപാധികൾ സമ്മതിച്ചു. ചർച്ച ചെയ്യാവുന്ന പോയിന്റുകളാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്.